ഹൈഡ്രജനിൽ ഓടുന്ന കേരളത്തിലെ ആദ്യത്തെ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഹൈഡ്രജനിൽ ഓടുന്ന കേരളത്തിലെ ആദ്യത്തെ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? എവിടെയാണ്? കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളം. എവിടെയാണ്? ഓപ്ഷൻ സി, കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളം. അടുത്ത ചോദ്യം, തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണത്? പഞ്ചാബാണ്. ഏതാണ്? പഞ്ചാബ്. മറക്കലും, തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് പഞ്ചാബാണ്. അടുത്ത ചോദ്യം, വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത. വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പില് മെഡൽ നേടിയ ആദ്യ മലയാളി വനിത അല്ലെ? അപ്പൊ ആരാണ്? അഞ്ജു ബേബി ജോർജ്. ആരാണ്? അഞ്ജു ബേബി ജോർജ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ സ്ട്രോക്ക് അല്ലേ? അപ്പൊ ഏതായിരിക്കും? നീന്തൽ. ഏതാണ്? നീന്തൽ. അടുത്ത ചോദ്യം, 1923 കാക്കിനഡ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ മലയാളി. ഒരു ശ്രദ്ധിക്കണേ, 1923 കാക്കിനഡ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാല് ആരാണ്? TK മാധവൻ. ഉത്തരമാരാണ്? TK മാധവൻ. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ സൈനിക സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സൈനിക സ്കൂള് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എവിടെയാണ്? കഴക്കൂട്ടം. എവിടെയാണ്? കഴക്കൂട്ടം. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി മന്ത്രിസഭയിൽ മന്ത്രിയായ സാമൂഹിക പരിഷ്കർത്താവ്. തിരുക്കൊച്ചി മന്ത്രിസഭയില് മന്ത്രിയായ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരിക്കും? സഹോദരൻ അയ്യപ്പൻ. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാര സമരം നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തില് നിരാഹാര സമരം നടത്തിയത് ആരായിരിക്കും? കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പൻ. ചോദ്യം മറക്കലും, ഗുരുവായൂർ സത്യാഗ്രഹത്തില് നിരാഹാര സമരം നടത്തിയത് ആരാണ്? അത് കെ കേളപ്പനാണ്. അടുത്ത ചോദ്യം, കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആരെയാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആരെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ചോദ്യം, അയ്യങ്കാളി പിന്നാക്ക സമുദായക്കാർക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെ? അയ്യങ്കാളി പിന്നാക്ക സമുദായക്കാർക്ക് വേണ്ടിയിട്ട് കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? എവിടെയായിരുന്നു? വെങ്ങാനൂര്. എവിടെയാണ്? ഓപ്ഷൻ ബി, വെങ്ങാനൂർ. അടുത്ത ചോദ്യം, സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ്. സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? അത് പരിയാരം മെഡിക്കൽ കോളേജ്. ഏതാണ്? പരിയാരം മെഡിക്കൽ കോളേജ്. ചോദ്യം മറക്കല്ലേ. സഹകരണ മേഖലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഏതാണ്? അത് പരിയാരം മെഡിക്കൽ കോളേജ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ. കേരളത്തില് ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ് ഉത്തരം? കണ്ണൂരാണ്. ഏതാണ്? ഓപ്ഷൻ സി, കണ്ണൂര്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രി അല്ലെ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആരായിരിക്കാം? സി അച്യുതമേനോൻ. ആരാണ്? സി അച്യുതമേനോൻ. ചോദ്യം മറക്കല്ലേ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? സി അച്യുതമേനോൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടിച്ച പ്രസ്. കേരളത്തിൽ ആദ്യമായിട്ട് മലയാളം അച്ചടിച്ച പ്രസ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏതാണ് ഉത്തരം? CMS പ്രസ് അല്ലേ? ഏതാണ്? CMS പ്രസ്. അടുത്ത ചോദ്യം,
ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള നാണയം പുറത്തിറക്കിയ വർഷം. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള നാണയം പുറത്തിറക്കിയ വർഷം. അപ്പൊ ഏത് വർഷമായിരിക്കും? അത് 2006. ഏതാണ്? 2006 എന്ത് ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള നാണയം പുറത്തിറക്കിയതെന്നാണ് 2006. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും അധികം സൈക്കിൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും അധികം സൈക്കിൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഉത്തരമായിട്ട് വരുന്നേ? അത് ലുധിയാന. ഏതാണ്? ലുധിയാന. മറക്കല്ലും. ഇന്ത്യയിൽ ഏറ്റവും അധികം എന്താണ് സൈക്കിൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഏതാണ് ഉത്തരം? അത് ലുധിയാന. ഓക്കെ, ലുധിയാന. മറക്കല്ലേ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതിനം ശിലകളാണ്? കേരളത്തില് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതിനം ശിലകളാണ്? അപ്പൊ ഏതിനം ശിലകളായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? കായാന്തരിത ശിലകൾ. ഏതാണ്? കായാന്തരിത ശിലകൾ. മറക്കല്ലേ. അടുത്ത ചോദ്യം, തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദി. തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്ന നദി. അപ്പൊ ഏതായിരിക്കും? മയ്യഴിപ്പുഴ. ഏതാണ്? മയ്യഴിപ്പുഴ. മറക്കല്ലേ. തലശ്ശേരിയും മാഹിയെയും വേർതിരിക്കുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. അടുത്ത ചോദ്യം, ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതായിരിക്കും? മുസി. ഏതാണ്? ഓപ്ഷൻ ഡി, മുസി. അടുത്ത ചോദ്യം, ആവേഗത്തിന്റെ യൂണിറ്റ്. ആവേഗത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ സെക്കൻഡ്. ഏതാണ്? ന്യൂട്ടൺ സെക്കൻഡ്. അപ്പൊ ചോദ്യം എങ്ങനെയാ? ആവേഗത്തിന്റെ യൂണിറ്റ്. ഉത്തരം ഏതാണ്? അത് ന്യൂട്ടൺ സെക്കൻഡ്. അടുത്ത ചോദ്യം, ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഗ്രഹം. ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഗ്രഹം ചോദിച്ചാല് ഏതായിരിക്കാം ഉത്തരമായിട്ട് വരുന്നത്? ചോദ്യം മറക്കല്ലേ. ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഗ്രഹം അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? അത് ശുക്രൻ. ഏതാണ്? ശുക്രൻ. ഓക്കെ. അടുത്ത ചോദ്യം, തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? അപ്പൊ ഏത് നദിയുടെ പോഷക നദി ആയിരിക്കും തൂതപ്പുഴ? ഉത്തരം ഭാരതപ്പുഴ. ഉത്തരം ഏതാണ്? ഭാരതപ്പുഴ. മറക്കല്ലും. തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, ആൻഡമാനിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം. ആൻഡമാനിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് മ്യാൻമർ. ഏതാണ്? മ്യാൻമർ. അപ്പൊ ആൻഡമാനിനോട് ഏറ്റവും അടുത്തുള്ള രാജ്യം ഏതാണ്? മ്യാൻമർ. അടുത്ത ചോദ്യം, ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരായിരിക്കും? ജോൺ ലോഗി ബയേർഡ്. ആരാണ്? ജോൺ ലോഗി ബയേർഡ്. എന്താ ചോദ്യം? ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ലോഗി ബയേർഡ്. അടുത്ത ചോദ്യം, ഗോവയുടെ പഴയ പേര്. ഗോവയുടെ പഴയ പേര്. ഗോവയുടെ പഴയ പേര് എന്താണ്? അത് ഗോമന്തകം. എങ്ങനെയാണ്? ഗോമന്തകം. അടുത്ത ചോദ്യം, മുതുമല വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദ്യം. മുതുമല വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. അപ്പോ എവിടെയായിരിക്കാം അത്? അത് തമിഴ്നാട്. എവിടെയാണ്? തമിഴ്നാട്. മറക്കല്ല. മുതുമല വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? തമിഴ്നാട്. അടുത്ത ചോദ്യം, കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? പൂനെ. ഏതാണ്? പൂനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കിഴക്കിന്റെ ഓക്സ്ഫോർഡ്. എങ്ങനെ? കിഴക്കിന്റെ ഓക്സ്ഫോർഡ്. ഏതാണ്? പൂനെ. അപ്പൊ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് ജില്ലയാണ്? അത് ആലപ്പുഴയാണ്. അങ്ങനെ വിളിച്ചത് ആരായിരുന്നു? അത് കഴ്സൺ പ്രഭു. കഴ്സൺ ആരാണ്? വൈസ്രോയി. എവിടുത്തെ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ. ഓക്കെ. അപ്പൊ നോക്കിയേ, അടുത്ത ചോദ്യം, ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രി. ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് തന്നെയാണ്? നെഹ്റു ആണ്. ഇവിടെ ചോദ്യം എന്താ? ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രി. ഉത്തരം ആര് തന്നെയാണ്? അത് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം
അപ്പൊ ഏതൊക്കെയുണ്ട് ഓപ്ഷനകത്ത്? ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ, ആർഗൺ ഉണ്ട് അല്ലെ. അപ്പൊ ഓക്സിജൻ ആണോ? അല്ല. ചോദ്യം എങ്ങനെ? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ. അടുത്ത ചോദ്യം, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഏതാണത്? അത് ജീവകം ഇ. ചോദ്യം എങ്ങനെയാണ്? ബ്യൂട്ടി വൈറ്റമിൻ. ഉത്തരം ഏതാണ്? ജീവകം ഇ. ഓക്കെ.